സ്വായിലേക്ക് വേണ്ടി ഇതിനകത്ത് ഇതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ഒന്ന്, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഗൾഫ് രാജ്യങ്ങളിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ് ഖത്തർ. അതിന് സൈനികമായ ശേഷി, അതിൻ്റെ മറ്റ് ശേഷികൾ, അതിൻ്റെ പോപ്പുലേഷനൊക്കെ എടുത്താൽ വളരെ കുറവാണ്. പക്ഷെ അതൊരു നമുക്കറിയാവുന്നതുപോലെ പലതരത്തിലൊരു സോഫ്റ്റ് പവറാണ്. ലോകത്തെ പല രാജ്യങ്ങളെ കൂട്ടിയിണക്കുന്ന കേന്ദ്രം, പല സംഘടനകളെ കൂട്ടിയിണക്കുന്ന കേന്ദ്രം. അൽ ജസീറ പോലെ ഒരു ചാനൽ, ലോകത്ത് തന്നെ വളരെ ഇമ്പാക്ട്ഫുള്ളായി പ്രവർത്തിക്കുന്ന ചാനൽ, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ഒരു സോഫ്റ്റ് പവർ ആയിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ആ നിലയ്ക്കുള്ള ശേഷിയെ ഡിഫ്യൂസ് ചെയ്യുക, ഇല്ലാതാക്കുക എന്ന ഉദ്ദേശം ഈ ആക്രമണത്തിനുണ്ടോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ ഗസയുമായി ബന്ധപ്പെട്ട പീസ് ടോക്സ് ഉണ്ടല്ലോ, ആ ടോക്സ് ഒരു വിജയത്തിലെത്തിയാൽ പിന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും, ബന്ദി കൈമാറ്റം ഉണ്ടാവേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഈ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പേഴ്സണലി വലിയ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന്, ഈ ഖത്തറിനെ റീജിയനിലെ ഒരു പവർ എന്ന നിലയ്ക്കുള്ള അവരുടെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുക. രണ്ടാമത്തേത്, ഈ ഹമാസുമായിട്ടുള്ള പീസ് ടോക്സ് എന്നേക്കുമായി ഇല്ലാതാക്കി തോന്നുംപടി ഗസയിൽ പെരുമാറാൻ കഴിയുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ബഹുമുഖമായ ആലോചനകൾ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമോ എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വരും. ആ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി എന്ന ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിലേക്ക് വരെ പോകേണ്ടി വരും. അത്തരം കേസുകളാണ് നെതന്യാഹുവിൻ്റെ മേൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം പോലും അതിൻ്റെ ഒരു ഹിയറിംഗ് നടക്കുമ്പോഴാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായി ഇസ്രായേലിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു ചിത്രം, അദ്ദേഹം ഹിയറിംഗ് കഴിഞ്ഞ്, അതായത് അഴിമതി കേസിൽ വിചാരണ കഴിഞ്ഞ് പുറത്തേക്ക് വരേണ്ട ഒരു ചിത്രമാണ് വരേണ്ടത്. പക്ഷേ ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം വന്നത് അദ്ദേഹം ഖത്തറിലുള്ള ഈ ആക്രമണം വാർ റൂമിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുന്ന ചിത്രമാണ്. ആ തരത്തിലുള്ള ഒരു ഗെയിം ചേഞ്ചിങ് നടത്താൻ ശേഷിയുള്ള വ്യക്തിയാണ് നെതന്യാഹു. അതോടൊപ്പം തന്നെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനം ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഒരു കരട് നിർദ്ദേശങ്ങൾ, അത് ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. ആ അർത്ഥത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ യുദ്ധത്തെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടിയുള്ള വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്ന ഖത്തറിനെ തകർക്കുക എന്നുള്ളത് സ്വാഭാവികമായും അത് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അത് നെതന്യാഹു പലതവണ ഖത്തറിൻ്റെ പേര് പറഞ്ഞ് തന്നെ ആക്ഷേപിച്ചിട്ടുള്ളതുമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു വിഷയത്തെ, അതായത് GCC രാഷ്ട്രങ്ങളുടെ ഒരു വികാരത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അൽ ജസീറ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു. അൽ ജസീറയെ പോലെ തന്നെ ഡിപ്ലോമാറ്റിക് വഴിയിൽ ഖത്തറിനുള്ള പ്രധാനപ്പെട്ട മറ്റു ചില ശേഷികൾ കൂടിയുണ്ട്. അതുപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും ഈ വെടിനിർത്തൽ കരാർ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഹമാസുമായി നേരിട്ട് ബന്ധമുള്ള ചർച്ച ചെയ്യാൻ ശേഷിയുള്ള രാജ്യം കൂടിയാണ് ഖത്തർ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഖത്തറിനെ തകരണം എന്നുള്ള വലിയ ആഗ്രഹങ്ങൾ അവരുടെ മുന്നിൽ വെക്കുന്നത്. അൽ ജസീറക്കടക്കം ഇസ്രായേലിൽ നിരോധനം ഏർപ്പെടുത്തിയതും ഒക്കെ അത് തന്നെയാണ്. ഖത്തർ ഈ തീവ്രവാദികളെ സ്നേഹിക്കുന്നു, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്ന് പലതവണ ഇസ്രായേലി നേതാക്കൾ പറഞ്ഞതുമാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും അതിൻ്റെ ഒരു മറുവശം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നലെ ഹമാസിൻ്റെ നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞില്ല, അതിൽ പാളിച്ച സംഭവിച്ചു എന്നത് മാത്രമല്ല ഇന്നലത്തെ അറ്റാക്കിൽ സംഭവിക്കുന്നത്. മറിച്ച് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഒരു പദ്ധതിക്ക്, അവരുടെയും അമേരിക്കയും പദ്ധതിക്കുള്ളൊരു പാളിച്ചയിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം എന്തിനു വേണ്ടിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനെ മാറ്റി വരക്കാനുള്ള നെതന്യാഹുവിൻ്റെയും അതിന് സഹായം നൽകുന്ന അമേരിക്കയുടെയും പദ്ധതിക്ക് മേലുള്ള ഒരു വലിയ ബ്ലോ ആയിരുന്നു, വലിയൊരു അടിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം എന്ന് നമ്മൾ കാണേണ്ടി വരും. കാരണം ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നതിൻ്റെ തൊട്ട് ആഴ്ചകൾക്ക് മുമ്പാണ് UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു സംസാരിക്കുന്നത്. ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന ഒരു പ്രമേയത്തിൽ പുതിയ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് ഉയർത്തിക്കാട്ടി നെതന്യാഹു സംസാരിച്ചത് പലസ്തീൻ പ്രശ്നം എന്നേക്കുമായി മാഞ്ഞു പോകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. സൗദി അറേബ്യയും UAEയും മറ്റു എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായി കൈകോർക്കുകയാണ്. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ട രാജ്യമായി മാറുന്നു, സമാധാനം കളിയാടുന്നു എന്ന് പറയുന്നു. അവിടെ ഒരിക്കലും പലസ്തീനെന്നോ അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെയും പരാമർശിക്കാതെ അത് തേച്ചു മായ്ച്ച് കളയുന്ന ഒരു രൂപമുണ്ടായി. തൊട്ടുടനെയാണ് സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ അവിടേക്ക് ആ ഒരു കളത്തിലേക്ക് വരുന്നത്. ഇസ്രായേലുമായി ബന്ധം നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾ പോവുകയാണ്, അതിനോട് അടുക്കുകയാണ് എന്ന് ഫോക്സ് ന്യൂസ് അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. അതോടുകൂടി അതിനൊരു മറുപടിയായി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നെതന്യാഹു വന്നു. ആകെ അന്തരീക്ഷത്തിൽ ഫലസ്തീൻ പ്രശ്നം ചതച്ചരക്കപ്പെട്ടു പോവുകയും ഇസ്രായേലുമായി എല്ലാവരും ബന്ധം നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന പ്രതീതി ആകെ പരക്കുന്ന ഒരു ഘട്ടത്തിലാണ്, തൊട്ടടുത്ത ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ നോക്കുക,
എന്തൊക്കെ പറഞ്ഞാലും 60,000-ഓളം വരുന്ന മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഹമാസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇല്ലാതെയായി കഴിഞ്ഞു. അതൊക്കെ സംഭവിച്ചുവെങ്കിലും പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒന്നാമത്തെ പ്രശ്നമാണ്. അതേ UN ജനറൽ അസംബ്ലി അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ചേരാൻ പോകുന്നത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. പലസ്തീൻ കോസ് വീണ്ടും ഉയർന്നു നിൽക്കുന്നു. താജ് ആലുവ കൂടി എന്നോടൊപ്പം ഉണ്ട്, മാധ്യമപ്രവർത്തകൻ.